ഇമാജിൻ നിയർ ഫ്യൂച്ചറിൽ കോടതിയിൽ ക്രൈം കേസുകൾ വരുമ്പോഴത്തേക്കും ഡിസിഷൻ എടുക്കുന്നത് ഒരു ഹ്യൂമൻ ജഡ്ജ് അല്ല, പകരം ഒരു AI ആണ്. അതാണ് മേഴ്സി എന്ന ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ് പ്രാറ്റ് അവതരിപ്പിക്കുന്ന ക്രിസ് റേവൻ എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവ് ക്യാരക്ടറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളി ഈ AI ജഡ്ജിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. പുള്ളി ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്. പുള്ളി ചെയ്തിരിക്കുന്ന ക്രൈം പുള്ളിയുടെ വൈഫിനെ കൊന്നെന്നുള്ളതാണ്. സോ ഈ ഒരു ക്യാരക്ടറിന് ഒരു 90 മിനിറ്റ് സമയമുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ പുള്ളിയുടെ നിരപരാധിത്വം പുള്ളി തെളിയിക്കണം. സോ എങ്ങനെ ഈ ക്യാരക്ടർ പുള്ളിയുടെ നിരപരാധിത്വം തെളിയിക്കും, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, തുടർന്നുള്ള സംഭവമൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. സോ എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ ഒരു ഡീസന്റ് സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. നല്ല ഒരു ഡീസന്റ് ത്രില്ലറാണ്, അത്യാവശ്യം എൻഗേജിങ് ആണ്, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് സിനിമ പോകുന്നത്. നല്ല രീതിയിലാണ് ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ക്യാമറയിലൂടെയും അതുപോലെ സർവൈലൻസ്, CCTV ഫുട്ടേജസ്, അത്തരത്തിലുള്ള വിഷ്വൽസിലൂടെയൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് ഈ ഒരു സിനിമയുടെ ഒരു ത്രില്ലിംഗ് എലമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഈ ഒരു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പുതുമ എന്ന് പറഞ്ഞ് തോന്നിയെന്ന് പറയാൻ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. AI vs ഹ്യൂമൻ തന്നെയുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് നന്നായിട്ട് തന്നെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. സോ പിന്നെ സിനിമയുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ് പ്രാറ്റ് നല്ല നോർമലി ചെയ്യുന്ന പോലെയാണ് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ റെബേക്ക ഫെർഗ്യൂസൺ പുള്ളിക്കാരത്തി ഒരു AI ജഡ്ജായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളിക്കാരത്തി ചെയ്തത്. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു മൊത്തത്തിൽ ഒരു ഇമോഷന്റെ കുറവുള്ളതായിട്ട് തോന്നി. പിന്നെ കുറച്ച് ലോജിക്ക് പരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തോന്നി. എന്നാലും നമുക്ക് ഒരു തവണ മടുപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ സിനിമയാണ് ഈ ഒരു മേഴ്സി എന്ന് പറയുന്ന സിനിമ. അപ്പൊ നിങ്ങൾക്ക് നല്ല ഡിഫറെന്റ് കോൺസെപ്റ്റ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ് മേഴ്സി. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ റിവ്യൂസിനും മൂവി റെക്കമെൻഡേഷൻ ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ